നമസ്കാരം. ഒന്നായി തുടരാം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. വന്യജീവി ആക്രമണത്തിനും വിളനാശത്തിനും ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം 2016-17 വർഷത്തിൽ 9,63 ലക്ഷം രൂപ, 2017-18 10,18 ലക്ഷം, 2018-19 11,15 ലക്ഷം, 2019-20 9,03 ലക്ഷം, 2020-21 വർഷത്തിൽ 4,61 ലക്ഷം രൂപ, 2021-22 13 കോടി, 2022-23 10,49 ലക്ഷം രൂപ, 2023-24 വർഷത്തിൽ 21,79 ലക്ഷം രൂപ. പിണറായി സർക്കാരിന്റെ 8 വർഷത്തിൽ വന്യജീവി ആക്രമണത്തിന് നഷ്ടപരിഹാരമായി ആകെ നൽകിയത് 90,25 ലക്ഷം രൂപ. നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം അനുഭവപ്പെടുന്ന 400ഓളം പഞ്ചായത്തുകളുണ്ട്. ഇവയിൽ 273 പഞ്ചായത്തുകൾ ഈ പ്രശ്നം കൂടുതലായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഇത് ഏത് വിധേനയും പരിഹരിച്ചേ മതിയാവും. കാരണം മനുഷ്യരുടെ ജീവന്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പരിക്കേറ്റവർക്കും വിളനാശം സംഭവിച്ചവർക്കും സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ നൽകിയ തുകയുടെ നഷ്ടപരിഹാരത്തിൻ്റെ കണക്കാണ് പ്രേക്ഷകർ കേട്ടത്. ആകെ നൽകിയത് 90,25 ലക്ഷം രൂപ. 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാരിൻ്റെ കാലത്ത് ആകെ നൽകിയത് വെറും 72 ലക്ഷം രൂപ മാത്രം. ഇതുമാത്രമല്ല, പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 298 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. വനം വകുപ്പ് അവഗണിക്കപ്പെട്ടിരുന്നൊരു വകുപ്പായിരുന്നു. ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ കുറേ ഉദ്യോഗസ്ഥന്മാരും കുറേ മരം മുറിക്കാരും നായാട്ടുകാരും ഒക്കെ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയായിരുന്നു അത്. ആ മേഖലയിൽ വനം സംരക്ഷിക്കുന്നതിനോ വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സഹായിക്കുന്നതിനോ യാതൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോഴാണ് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് മുൻകാല കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇത്തരം സംരക്ഷണ പ്രവർത്തനങ്ങൾക്കാകെ 72 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. ആ സ്ഥാനത്ത് നിന്ന് 298 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും മരിച്ചവരുടെ ആശ്രിതർക്കും ജോലി നൽകിയ സർക്കാരാണ് പിണറായി സർക്കാർ. ജോലി ലഭിച്ചവർ തന്നെ അക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. 2 വർഷത്തിന് മുമ്പ് ഒരു പോത്ത് എന്നെ ആക്രമിക്കുകയുണ്ടായി. ഇടത് സൈഡ് ഇവിടെ എനിക്ക് പരിക്ക് പറ്റും. കാട്ടുപോത്തിൻ്റെ കൊമ്പ് ഇവിടെ കുത്തിയിരുന്നു. 2 ആഴ്ചത്തോളം ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇതിൽ എനിക്ക് ധനസഹായം കിട്ടിയിട്ടുണ്ടായിരുന്നു. സർക്കാരിന് ഇവർ 11 ലക്ഷം രൂപ പറഞ്ഞു. അതിൽ 10 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. മോനെ പണി കിട്ടിയിട്ടുണ്ട്. അന്ന് മിനിസ്റ്റർ വന്നപ്പോൾ പിന്നെ തൽക്കാലം വാച്ചർ പണിയായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് മന്ത്രിസഭ യോഗം കൂടിയിട്ട് പിന്നെ സ്ഥിരപ്പെടുത്താനുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞത്. തേവങ്കോട് ജംഗ്ഷനിൽ ബസ് കയറാൻ നിന്നപ്പോൾ ഭയങ്കരമായൊരു കാട്ടുപന്നി വന്ന് എൻ്റെ നട്ടലിലാണ് കുത്തിയത്. ഞാൻ ഒത്തിരി നാൾ ആശുപത്രിയിൽ കിടന്ന് വളരെ കഷ്ടതയിലും കണ്ണുനീരിലുമായിരുന്നു. ഗവൺമെൻറ്റുകാർ വന്ന് പറഞ്ഞു എനിക്ക് ജോലി തരാം, ധനസഹായം തരാമെന്ന്. 2016 എനിക്ക് ഡെയിലി വേക്കൻസി ആയിട്ടൊരു ജോലി തന്നു. ആ ജോലിക്ക് പോകുന്ന സമയത്ത് കാട്ടുപോത്ത് വനത്തിൽ വെച്ച് എന്നെ ആക്രമിക്കുകയും ചെയ്തു. അത് കാരണം ഞാൻ ഒത്തിരി നാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് പിന്നെ അടിയന്തരമായിട്ട് എൻ്റെ കുടുംബത്തിന് ഫോറസ്റ്റിൽ നിന്ന് ഒരു താൽക്കാലികമായിട്ട് ഒരു ജോലി കിട്ടി. ആ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുടുംബം പോറ്റി പോകുന്നു. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും തൊഴിൽ നൽകുക മാത്രമല്ല LDF സർക്കാർ, പിണറായി സർക്കാർ
ചെയ്തത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിക്കുകയും അത് പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. 298 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 2014-15 വർഷത്തിൽ എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ 135 പേരാണ് മരിച്ചത്. ഇതിൽ 119 പേരുടെ മരണം പാമ്പുകടിയേറ്റായിരുന്നു. 2025-26 എന്നുവെച്ചാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ ആകെ മരണസംഖ്യ 44 അതിൽ 18 പേരും മരിച്ചത് പാമ്പുകടിയേറ്റ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിലെ മരണം 67% കുറഞ്ഞു. പാമ്പുകടിയേറ്റുള്ള മരണത്തിൽ 85% കുറവും രേഖപ്പെടുത്തി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പിണറായി സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഫലമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ആവാസ വ്യവസ്ഥയുടെ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ ഫലമായുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതവുമാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുക എന്നത് സങ്കീർണമായ പ്രക്രിയ കൂടിയാണ്. കേരളത്തിൽ ഏകദേശം 16,000-ഓളം കിലോമീറ്റർ വനാതിർത്തിയുണ്ട്. ഇതിൽ 4,500-ഓളം കിലോമീറ്റർ സോളാർ വേലിയോ കിടങ്ങോ നിർമ്മിച്ച് വന്യജീവികൾ കടന്നുവരാത്ത വിധം സുരക്ഷിതമാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2,130 കിലോമീറ്റർ സൗരോർജ്ജ വേലി, 10 കിലോമീറ്റർ റെയിൽ ഫെൻസ്, 261.64 കിലോമീറ്റർ ആന പ്രതിരോധ മതിൽ, 301.21 കിലോമീറ്റർ ആനക്കിടങ്ങ്, 464.42 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലി, 182.42 കിലോമീറ്റർ കൽമതിൽ, 302.26 കിലോമീറ്റർ ചുറ്റുമതിൽ, 46 ചെക്ക് ഡാമുകൾ എന്നിങ്ങനെയും നിർമ്മിച്ചു. കാട്ടാന ശല്യം കേരളത്തിൽ ആദ്യമായല്ല ഉണ്ടാകുന്നത്. എല്ലാ സർക്കാരിൻ്റെ കാലത്തും കാട്ടാന ശല്യം ഉണ്ടായിട്ടുണ്ട്. അതിന് ഇരയായവർക്ക് എന്ത് നഷ്ടപരിഹാരം നൽകുന്നു, കാട്ടാന ശല്യം തടയാൻ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതാണ് പ്രശ്നം. UDF സർക്കാരിൻ്റെ കാലത്ത് കാട്ടാന ശല്യത്തിന് ഇരയായവർ പറയുന്നു ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല എന്ന്. കൃഷിനാശത്തിന് വനം വകുപ്പ് വാഗ്ദാനം ചെയ്യുന്ന നാമമാത്ര നഷ്ടപരിഹാരം പോലും കർഷകർക്ക് യഥാസമയം ലഭിക്കുന്നില്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് തദ്ദേശവാസികൾ. രാത്രികാലങ്ങളിൽ ഒരു 6-8 ആനകൾ വന്ന് കൃഷി ആകെ നശിപ്പിച്ച് കഴിഞ്ഞു. എല്ലാ ദിവസവും ഈ കൃഷി സ്ഥലത്തേക്ക് വരും. നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറയുന്നു. കഴിഞ്ഞ വർഷം വന്നിട്ട് ആന വന്ന് പൊളിച്ചപ്പോൾ പിന്നെ ഒരുപാട് അപേക്ഷ ഞങ്ങൾ ഈ പൊളിച്ച എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷക്കൊന്നും പിന്നെ നഷ്ടപരിഹാരം ഇന്നുവരെ കിട്ടിയില്ല. കാസർഗോഡ് ജില്ലയിൽ വനാതിർത്തികളോട് ചേർന്നുള്ള ഗ്രാമങ്ങളാകെ കാട്ടാനകളുടെ ആക്രമണത്തിൽ പയന്ന് വിറക്കുകയാണ്. നിരവധി കൃഷിക്കാരുടെ കാർഷിക വിളകൾ കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകൾ നശിപ്പിക്കുന്നു. കർണാടകയിലെ കാടുകളിൽ നിന്നും എത്തുന്ന കാട്ടാനകളാണ് ആക്രമണം നടത്തുന്നത്. നമുക്ക് ആന വരാതെ പോലെ അവർ ചെയ്തിട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത്. ഈ ആന വരാതെ പോലെ നമ്മളെ ഇത് നമ്മളെ ജീവിതവും നമ്മൾ തോട്ടവും എല്ലാം രക്ഷിച്ചിട്ട് കൊടുക്കണം. അതിന് പരിഹാരം കൊടുക്കണം. കർണാടക സർക്കാർ എല്ലാം ട്രെഞ്ച് ചെയ്തിട്ട് എല്ലാം ഫുള്ള് ബൗണ്ടറി ആക്കിയിട്ട് കൊടുക്കും. നമ്മൾ കേരള സർക്കാർ ഇത്രയോളം എന്തും ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. ഫോറസ്റ്റ് കൊടുത്തിട്ടില്ല, ആരും കൊടുത്തു. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാൻ 1972 വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം. സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ട പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടും അതിൽ ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ എടുത്തില്ല. ഒരു സഹായവും ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മറ്റു വകുപ്പുകളോട് പെരുമാറുന്നത് പോലെ വനംവകുപ്പിനോടും പെരുമാറുന്നത്. 72 നിയമത്തിൽ പാസ്സാക്കിയ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന ആവശ്യത്തോട് അത് ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് പരോക്ഷമായി കേന്ദ്രത്തെ സഹായിക്കുന്ന ഒരു കപടമുഖമാണ് ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചപ്പോഴും ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയല്ല സംസ്ഥാന സർക്കാർ ചെയ്തത്. പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചു.
10 മിഷനുകൾ ആരംഭിച്ചു. ദേശീയ ശ്രദ്ധ നേടിയ പ്രവർത്തനങ്ങളായിരുന്നു അത്. വന്യജീവി ആക്രമണ പ്രതിരോധത്തിനായി 10 മിഷനുകൾക്ക് വനം വകുപ്പ് രൂപം നൽകിയിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ നീക്കം മുൻകൂട്ടി അറിയുന്നതിനായി മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ്, വന്യജീവി ആക്രമണങ്ങളുടെ പ്രദേശത്ത് സമയബന്ധിത ഇടപെടൽ ഉറപ്പുവരുത്തുന്നതിനായി മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം, വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്ന പദ്ധതി, കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമായ പഞ്ചായത്തുകളിൽ അവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും ഉറപ്പാക്കുക, സൗരോർജ പദ്ധതികൾ എന്നിവയെല്ലാം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ മിഷൻ സോളാർ ഫെൻസിംഗ് തുടങ്ങിയ മിഷനുകളുമായാണ് വിജയകരമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. മിഷൻ സോളാർ ഫെൻസിംഗ് 2024 പ്രകാരം 1148 കിലോമീറ്റർ സൗരോർജ വേലികൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കി. ഇതെല്ലാം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. വനം കൊള്ളയുടെ കാലം കൂടിയായിരുന്നു UDF സർക്കാരിൻ്റെ കാലം. ഉദ്യോഗസ്ഥരും വനം കൊള്ളക്കാരും വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം. രാഷ്ട്രീയക്കാർ നേരിട്ട് ഇടപെട്ട് വനം കയ്യേറ്റം നടത്തിയ വാർത്തകളും അന്ന് പുറത്തു വന്നു. കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 17 ഏക്കർ മിച്ചഭൂമിയും 60 ഏക്കറോളം വരുന്ന വനഭൂമിയും വർഷങ്ങളായി സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ സ്ഥലം വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും പ്രദേശത്തിന് പുറത്ത് താമസമുള്ളവർ. ജനവാസ കേന്ദ്രത്തിലേക്ക് റോഡ് എന്ന പേരിൽ ഈ വനഭൂമിയിലേക്ക് റോഡ് നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു. 3.5 മീറ്റർ വീതിയിൽ തേങ്കര 7ാം കടവ് വരെ മലയിടിച്ചാണ് റോഡ് നിർമ്മാണം. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ജനവാസമുള്ള പല സ്ഥലങ്ങളിലും റോഡിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും വനത്തിനകത്തെ ഈ സ്വകാര്യ കയ്യേറ്റ ഭൂമിയിലേക്ക് 2 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മാണത്തിനായി 1,75,00,000 രൂപയുടെ പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തുക അനുവദിക്കുന്നതിനായി സണ്ണി ജോസഫ് MLA ധനമന്ത്രിക്ക് കൈമാറിയ പ്രത്യേക ശുപാർശ കത്താണിത്. രാഷ്ട്രീയ പാർട്ടിയിലെ ഉന്നതരാണ് അതിൻ്റെ അവിടെ അധികവും സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. MLAയുടെ അറിവോടുകൂടി തന്നെയാണ് ഇങ്ങനെയല്ല. എന്ന് വെച്ചാൽ MLA കൂടെ ഒപ്പിട്ട ഇതാണല്ലോ ഇവിടെ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ പ്രമുഖ ഭരണപക്ഷത്തെ ഒരു യുവജന നേതാവ് അടക്കം അവിടെ സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നെല്ലിയാമ്പതിയിലെ കരുണ പ്ലാന്റേഷൻസിൽ നിന്നും കരം സ്വീകരിക്കുന്നതിൽ വനം വകുപ്പിന് എതിർപ്പില്ലെന്ന നെന്മാറ DFO NOC നൽകിയത് വിവാദമായ സാഹചര്യത്തിലാണ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ V. ഗോപിനാഥൻ ചെയർമാനായ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ വെച്ച സമിതിയുടെ റിപ്പോർട്ടിൽ കരുണ പ്ലാന്റേഷൻസിൽ സ്വകാര്യ വ്യക്തിയുടെ പക്കൽ വനഭൂമി ഇല്ലെന്ന് വിശദീകരിക്കുന്നു. റാന്നി കരിയംപ്ലാവ് വനം ഡിവിഷനിലെ അക്കേഷ്യ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിലാണ് മറ്റു തടികളും കടത്തുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് കൈമാറ്റം ചെയ്ത പ്രദേശത്താണ് വനം കൊള്ള. HNL-മായി കരാറുണ്ടെങ്കിലും 70 സെന്റിമീറ്ററിൽ കൂടുതൽ വലുപ്പമുള്ള തടികൾ ലേലത്തിൽ വിൽക്കുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനായി വനത്തിനുള്ളിൽ തരംതിരിച്ചിട്ടിരിക്കുന്ന തടികൾക്കൊപ്പം വിലപിടിപ്പുള്ള മറ്റു തടികളും മുറിച്ചു കടത്തുകയാണ്. 71 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം എടവണ്ണ, പെരകമണ്ണ, ഊർങ്ങാട്ടിരി വില്ലേജുകളിൽ 1536.36 ഹെക്ടർ നിക്ഷിപ്ത വനഭൂമി റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നു. 1978 സർക്കാർ ഉത്തരവനുസരിച്ച് പതിച്ചു നൽകാനായിരുന്നു ഇത്. 1980 കേന്ദ്ര വനനിയമം വന്നതോടെ ഈ ഭൂമി പതിച്ചു നൽകുന്നതിന് തടസ്സങ്ങൾ നേരിട്ടു. ഇതിലുൾപ്പെട്ട 672.36 ഹെക്ടർ പാറപ്രദേശവും കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലവുമാണ്. ഈ ഭൂമികളാണ് റവന്യൂ അധികൃതർ തിരിമറി നടത്തി ക്വാറി മാഫിയകളുടെ കൈകളിലെത്തിച്ചത്. മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിലുള്ള നേര്യമംഗലം റേഞ്ചിലാണ് വ്യാപക വനംകൊള്ള നടക്കുന്നത്. പടിക്കപ്പ് ആദിവാസി കുടിക്ക് സമീപം സംരക്ഷിത വനമേഖലയിൽ നിന്നാണ് കോടികളുടെ മരങ്ങൾ മുറിച്ചു കടത്തിയത്. കഴിഞ്ഞ 6 മാസക്കാലമായി പടിക്കപ്പ്, ആവർകുടി, കുറത്തിക്കുടി എന്നീ മേഖലകളിൽ നിന്നും ഈട്ടി, തേക്ക്, കമ്പകം തുടങ്ങി വിലയേറിയ 100 കണക്കിന് വൻമരങ്ങളാണ് മുറിച്ചു കടത്തിയിരിക്കുന്നത്. ആദിവാസി കുടികളിൽ നിന്നും 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ വനം കൊള്ളയുടെ ഭീകരത മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാ ആഴ്ചയിലും വനപാലകർ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ പക്ഷേ ഇക്കാര്യമൊന്നും ഇവർ അറിഞ്ഞു മട്ടില്ല. വനത്തിൽ വിറക് ശേഖരിക്കാൻ പോകുന്ന ആദിവാസികൾ വനംകൊള്ള സംബന്ധിച്ച വിവരം പലപ്പോഴും വനപാലകരെ അറിയിക്കാറുമുണ്ട്. എന്നാലും നാളിതുവരെ ഒരു നടപടിയും വനം വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. സ്ഥലത്ത് വനംകൊള്ളയ്ക്ക് പുറമെ മൃഗവേട്ടയും സജീവമായി നടക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വനം കയ്യേറ്റവും വനം കൊള്ളയും പൂർണ്ണമായും തടയുന്ന നടപടികളാണ് പിണറായി സർക്കാരിൻ്റെ ആദ്യ മാസം തന്നെ ആരംഭിച്ചത്. കർശന നിലപാടെടുത്ത് സർക്കാർ മുന്നോട്ട് പോയി. ഇപ്പോൾ വനം കൊള്ളയുടെ, വനം കയ്യേറ്റത്തിൻ്റെ വാർത്തകളെ കേൾക്കാതായി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെയായി
9,441 ജണ്ടകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 79,695 ജണ്ടകൾ നിർമ്മിച്ച് വനാതിർത്തി തിട്ടപ്പെടുത്തി. ഇത് വനം കയ്യേറ്റം തടയാൻ ഇടയാക്കി. വനാതിർത്തി ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രവൃത്തി നടന്നുവരികയാണ്. ഇതോടെ വനം കയ്യേറ്റം പൂർണ്ണമായും തടയാൻ സാധിക്കും. വനത്തിനകത്ത് വന്യജീവി ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന 1136 കുടുംബ യൂണിറ്റുകൾക്ക് 151 കോടിയോളം രൂപ നഷ്ടപരിഹാരം നൽകി. 227 ഹെക്ടർ ഭൂമിയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 4,447 ടൈറ്റിലുകളിലായി 315.247 ഹെക്ടർ സ്ഥലത്തിന്റെ കൈവശ അവകാശ രേഖകൾ കൈമാറി. കൂടാതെ വനത്തിനുള്ളിൽ നിന്നും ചെറുകിട വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി 136 പേർക്ക് സാമൂഹിക അവകാശം നൽകി അനുമതിയും ലഭ്യമാക്കി. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നടത്തിയ പ്രഖ്യാപനമുണ്ട്. ബഫർ സോണിൽ നിന്ന് ഒരാളെയും ഒരു കുടുംബങ്ങളെയും ഇറക്കിവിടില്ല എന്ന്. നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് വനാതിർത്തിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണമൊരുക്കി പിണറായി സർക്കാർ. 20 വർഷത്തിലധികമായി സംസ്ഥാനത്തെ വനാതിർത്തികളിൽ നിലനിന്നിരുന്ന ബഫർ സോൺ എന്ന ഭീഷണി ഒഴിവാക്കി. ഇതു സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ എന്നിവയ്ക്ക് ചുറ്റുമുള്ള ബഫർ സോൺ മേഖല ഒഴിവാക്കി. വനാതിർത്തിയിലെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് കുടുംബങ്ങൾ ഒഴിഞ്ഞുപോകേണ്ട സ്ഥിതി ഒഴിവാക്കി. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധിയും സർക്കാർ സമ്പാദിച്ചു. നേരത്തെ നിലനിന്നൊരു പ്രശ്നമായിരുന്നു വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ബഫർ സോൺ പ്രശ്നം. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ചുറ്റും 10 കിലോമീറ്റർ ദൂരത്തിൽ ബഫർ സോൺ ഉണ്ടാകണമെന്ന ഉത്തരവുണ്ടായത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാനാവാൻ പറ്റുന്ന ഒരു നിർദ്ദേശമായിരുന്നില്ല. ഞങ്ങൾ ആ വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ താമസിക്കുന്ന ഒരു കുഞ്ഞിന് പോലും ചട്ടിയും കലവുമായി വീട് വിട്ടിറങ്ങിപ്പോകേണ്ട സാഹചര്യം ഈ ഗവൺമെൻറ് ഉണ്ടാക്കുകയില്ല എന്നാണ്. വനം സംരക്ഷിക്കാനും കർഷകർക്കും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർക്കും സുരക്ഷ ഒരുക്കാനും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർ തന്നെ വേണം. അവർക്കാണ് കാടിനെ അറിയുക. ഗോത്രവിഭാഗത്തിൽപ്പെട്ട 500 പേരെ യുവാക്കളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമിച്ചു സർക്കാർ. വിപ്ലവകരമായ തീരുമാനം. ഗോത്രവർഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് കാടുമായി നല്ല പരിചയമുള്ളവരാണവർ. അവരെ നിയമിച്ചാൽ അവിടുത്തെ പ്രശ്നങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പരിഹാരം കാണാൻ കഴിയുമെന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആദിവാസി ഗോത്രവിഭാഗത്തിൽപ്പെട്ട 500 പേരെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമിക്കാൻ തീരുമാനിച്ചു. ആ 500 പേരും കഴിഞ്ഞ ആഴ്ചയോടുകൂടി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഒരു ഗവൺമെൻറ്റും നടപ്പിലാക്കാത്ത വിധത്തിൽ ആദിവാസി മേഖലയിലെ ജനങ്ങളോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത തെളിയിക്കത്തക്ക വിധത്തിലുള്ള ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു അത് വനമന്ത്രി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആത്മവിശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന ആദിവാസി പെൺകുട്ടികൾക്ക് വർഷം 15,000 രൂപ സ്കോളർഷിപ്പ് നൽകുവാനും സർക്കാർ തീരുമാനമെടുത്തു. വനവിഭവങ്ങൾ ഇടനിലക്കാരെ ഒഴിവാക്കി വിപണനം ചെയ്യുന്നതിന് പ്രത്യേക പദ്ധതി ആരംഭിച്ചു. ഇതുവഴി മെച്ചപ്പെട്ട വില ആദിവാസികൾക്ക് ലഭിക്കും. കാടും കാലാവസ്ഥയും കാടും പരിസ്ഥിതിയും കാടും നാടും തമ്മിലുള്ള ഇടപിരിയാത്ത ബന്ധങ്ങളെക്കുറിച്ചുള്ള ഗോത്ര സമൂഹത്തിന്റെ പരമ്പരാഗത അറിവുകൾ ശേഖരിക്കുന്നതിനായി ഗോത്ര ഭേരി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇങ്ങനെ വനാതിർത്തിയിലും വനമേഖലയിലും താമസിക്കുന്നവരുടെ സമഗ്ര പുരോഗതിക്കുതകുന്ന നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി. ഒരു വിഭാഗത്തിന് സർക്കാർ നൽകുന്ന പരിഗണന അറിയണമെങ്കിൽ സർക്കാർ ആ വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക എത്രയെന്ന് പരിശോധിച്ചാൽ മതി. വനം വകുപ്പിന് വേണ്ടി UDF സർക്കാരും LDF സർക്കാരും ചെലവഴിച്ച തുക അത് ഗോത്രവിഭാഗത്തോട്
വനാതിർത്തിയിൽ കഴിയുന്നവരോട് ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധത വിളിച്ചു പറയുന്നു. UDF സർക്കാരിനേക്കാളും 149% അധിക തുകയാണ് LDF സർക്കാർ ചെലവഴിച്ചത്. 2606 കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലിയും 301.21 കിലോമീറ്റർ ദൂരത്തിൽ ആനക്കിടങ്ങും ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി കാസർഗോഡ് ജില്ലയിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം ചുരുങ്ങി വരികയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ എപ്പോഴും സംഘർഷമുണ്ടാകാറുണ്ട്. വലിയ വാർത്തകളായി അത് മാറാറുമുണ്ട്. 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ LDF സർക്കാരിൻ്റെ കാലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ വനാതിർത്തിയിൽ കഴിയുന്നവരുടെ സംരക്ഷകരായി മാറുന്ന കാഴ്ചകളാണ് കണ്ടത്. ജനങ്ങളുമായി ബന്ധമില്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇത് മറ്റേത് വകുപ്പിനെ പോലെയും ഒരു ജനസൗഹൃദ വകുപ്പാക്കി മാറ്റണം. അതിൻ്റെ ഭാഗമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ഇപ്പോൾ വനമേഖലയിലെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ജനങ്ങളും തമ്മിൽ മുൻകാലത്ത് കണ്ടതുപോലുള്ള സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ പ്രധാന നേട്ടങ്ങളിലൊന്നായി കാണാൻ സാധിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം വളരെ ഗുരുതരമായി ബാധിച്ച ഒരു പ്രദേശമായിരുന്നു നമ്മുടേത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വനമേഖലയുമായി ചേർന്നുകൊണ്ടുള്ള അതിക്രമങ്ങളെ ദുരന്തമായി പോലും പ്രഖ്യാപിച്ചിട്ടില്ല. വന്യജീവി ആക്രമണം ആണ് പിണറായി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വന്യജീവി ആക്രമണം ഇല്ലാത്ത നാളുകളാണ് മുന്നിൽ. എല്ലാ മേഖലയിലുമുണ്ടായ മുന്നേറ്റം വനം വകുപ്പിലും നാം കണ്ടു. ഈ മുന്നേറ്റം തുടരണം. ഒന്നായി തുടരാം നവകേരളത്തിലേക്ക്. നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ